ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോയ വീഡിയോയും കണ്ണൂർ മാട്ടൂരിൽ പോയ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിനി അതിൽ 2 വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി വരാനുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പണ്ടാറ മെഷീൻ കീ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കേണ്ടി വിടുന്നു. അപ്പം ഈ മെഷീൻ്റെ സൗണ്ട് ഒരു അല്പനേരത്തിന് എല്ലാവരും സഹകരിച്ച് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്നത്തെയും പോലെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ടിപ്പിക്കലി എയർപോർട്ടിൽ വന്ന ഒരാളെ പിക്ക് ചെയ്യണ കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല. ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നുകിൽ വണ്ടി വിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പോയി എടുക്കാൻ വരാനും പറയും. പക്ഷെ ഞാൻ കൊണ്ടുപോകാൻ വിടലുണ്ട്. കാരണം എനിക്ക് എമോഷണലി കണക്റ്റ് ആയ ആൾക്കാരെ എനിക്ക് യാത്ര പറഞ്ഞയക്കുമ്പോൾ എനിക്ക് 2 ഉറ്റ് കണ്ണുനീര് വീഴ്ത്തിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖമല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർഷുവിന് എനിക്ക് തോന്നണില്ല അത്ര വലിയ ഇൻട്രോസും കാര്യങ്ങളും കൊടുക്കാനാണ് നാട്ടിൽ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഉള്ള സമയത്തൊക്കെ നാട്ടിലുള്ള ടൈമിൽ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാക്കാണ് പോയി. അപ്പോൾ ഉള്ള ടൈമിൽ അർഷുവിൻ്റെ പെണ്ണുങ്ങൾക്കൊപ്പം നമ്മൾ വ്ളോഗ് ചെയ്തിട്ടാണ്. മുമ്പ് നമ്മളെ ട്രിപ്പിൻ്റെ ടൈമിൽ ഇതിലൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അർഷു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു ഏട്ടനെ പോലെ കണ്ട് എപ്പോഴും എല്ലാ കാര്യം ചെയ്യുമ്പോഴും എന്ത് മണ്ടത്തരം ചെയ്യുമ്പോഴും ഒരു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഓനും മണ്ടത്തരമാണ് പറഞ്ഞതെങ്കിലും ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അർഷു. പക്ഷെ എന്നാലും ബുദ്ധിമാനാണ് കേട്ടോ. ഞാൻ കാർ എടുക്കുന്ന കാര്യമൊക്കെ ഒരു 2-3 വട്ടം ഈ കാറല്ല മറ്റേ കാറ് ഇന്നോ എടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ അർഷുവിനോട് ചോദിച്ചു. ഈ കാറ് സർപ്രൈസ് ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ കാറുമ്പോൾ നമ്മൾ വന്നപ്പം നമ്മൾ പേടിച്ചൊരു കാര്യം എന്താ പറയുക, ഇങ്ങോട്ട് കാട്ടി കൊടുക്ക്, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രാച്ച്, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രാച്ച്, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രാച്ച്, ഇങ്ങനെ ഒരു സ്ക്രാച്ച്, ഇങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് നോക്കാട്ടോ ഇതെന്താ പറ്റിയ. പിന്നെ ഇതിൻ്റെ ടൈലൻഡിലുണ്ട് ഒരു പച്ച 8 കാലി ഏകദേശം വഫാത്തായി കിടക്കണേ. ജീവണ്ടോ എടാ, ഇത് ചുറ്റണത് ഇതിൻ്റെ വല കൊണ്ട് കാറ് മൊത്തം ഇട്ടാൽ ഇത് പേരല്ല, ഇത് ചുറ്റാൻ. അപ്പം നമ്മൾ ഇത് കണ്ടൊന്ന് പേടിച്ചു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അവനാൻ്റെ വണ്ടിയുമ്പോൾ എന്തെങ്കിലും പറ്റുക എന്നുള്ളിടത്തോളം സങ്കടമുള്ളൊരു കാര്യം. ഞാൻ പറയട്ടെ, എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഒരാളെ മേത്ത് കീറിയാലും കുഴപ്പമില്ല. വണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാരണമല്ലോ മേത്ത് കീറിയാലും എന്താ വെച്ചാൽ എന്തെങ്കിലും ബെറ്റാഡിൻ തേച്ചാലോ അല്ലെങ്കിൽ നരമ്പല്ലാത്ത ഭാഗത്തൊക്കെയാണെങ്കിൽ ബെറ്റാഡിന് പഞ്ഞൊക്കെ വെച്ചാൽ മാറും. പക്ഷെ വണ്ടീനെ സ്നേഹിക്കുന്ന ഒരാളെ വണ്ടിപ്രേമിൻ്റെ വണ്ടിയുമ്പോൾ എന്ത് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. പറ്റുകയാണെങ്കിൽ പോയി തൊടുക പോലും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ അങ്ങനെ വേറെ വണ്ടിയിൽ പോയിട്ട് ഇങ്ങനെ കേക്ക് വണ്ടിയും പോയി തരാം. കാരണം അതിൻ്റെ ഒരു വൃത്തിയും ഇമ്പോർട്ടൻസും നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ അർഷു സാധാരണ നാട്ടിലേക്ക് വരല ഒരു 3.5 കൊല്ലം ഗ്യാപ്പൊക്കെ ഇനി എന്താണെന്നറിയില്ല. അർഷുൻ്റെ പെണ്ണിട്ടിടാ 1 കൊല്ലം ആയിട്ടില്ല, ഓഗസ്റ്റിലല്ലേ പെണ്ണ് കെട്ടി. 6 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 7-ാം മാസം ബോസ് നാട്ടിലെത്തി. അപ്പം പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണെട്ടി കഴിഞ്ഞാൽ ഏത് ഗൾഫിൽ നിൽക്കണവനും ഏത് പ്രവാസി എന്ത് ചെയ്യും, ആദ്യത്തെ കുറച്ച് കാലം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ നിൽക്കല്ല, എല്ലാവരും എല്ലെട്ടെറിഞ്ഞ് പോകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സത്യം അറിയില്ല. പക്ഷെ നമ്മൾ ഓരോന്ന് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടി വരികയാണ്. അപ്പോൾ അർഷു ഇന്ന് കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. ഒന്നുമല്ല, നമുക്ക് 1-2 പരിപാടികൾ നാട്ടിൽ കൂടാനുണ്ട്, നമുക്കൊന്ന് എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഉപരി അതിനാണോ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അർഷുവിനെ കൂട്ടാൻ ഞാൻ ഇപ്പം എന്ത് ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്താ വെച്ചാൽ, ഞങ്ങൾ വണ്ടി പോകുമ്പോൾ സംസാരിച്ച് പോകാൻ ഞാൻ സത്യം പറഞ്ഞല്ലോ, ഒരു വൈക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറിന് കോ പൈലറ്റായി ഇരുന്നിട്ട് എത്ര നേരം ഉറക്കല്ലാതെ ഒരാളെ കിട്ടണം, അത്രയും നേരം ഞാൻ കമ്പനി കൊടുക്കും. ഇനി രാത്രി ഫുള്ള് ഉറങ്ങാതെ രാവിലെ 8 മണിക്കോ 9 മണിക്കോ ഞാൻ നീച്ചിക്കണ മനുഷ്യനാട്ടോ. പക്ഷേങ്കിൽ 3-4 ദിവസം കൃത്യമായിട്ട് ഉറക്കമൊന്നും കിട്ടിയില്ലാണ് ഞാൻ ഡെഡായി പോവുക. ഈ മെഷീനെ തോന്നെ മണ്ടക്കൊന്നും കൊടുക്കും ഞാൻ. അപ്പം എൻ്റെ വണ്ടി എന്തായി, ഇന്നത്തെ ട്രിപ്പോടെ എനിക്ക് മുതലായി. തുറക്ക അമ്മണി ലോഡ്ജിൽ ഇത്ര സൗകര്യമില്ല. 2 ആൾക്കാർ വണ്ടിയിൽ കമ്പനിക്ക് വരാം. ഉറക്കം നിങ്ങൾ 2 ആൾ ഒറ്റയ്ക്ക് പോയാൽ ഉറങ്ങും. അപ്പോൾ നമ്മളും കൂടി വരിക പറഞ്ഞാൽ എന്ത് ചെയ്താണ്, ഈ സീറ്റൊക്കെ നോക്കി, ഈ സീറ്റിൻ്റെ ഒക്കെ വ്യക്തമായ യൂസേജാണ് ഇപ്പോൾ നടത്തിയത്. ഈ സീറ്റൊക്കെ നേരിട്ട് പരത്തി സുഖസുന്ദരമായിട്ട്, ബാക്കിൽ ആളുമില്ല, സുഖസുന്ദരമായിട്ട് ഒരാൾ പച്ചയും ഒരാൾ ചുമപ്പും. ചങ്ങായിമാരെ ഓയ് സൽമാൻ,
എന്നോ നീച്ച് സൽമാൻ ദേജാവ് പഠിച്ച് വലിച്ച വ്ളോഗിൻ്റെ നോമ്പ് കഴിഞ്ഞില്ലേ നീച്ചി നിങ്ങൾ എന്തിനു വന്നാ ഉറങ്ങാൻ എന്താ സുഖം. മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ വണ്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇക്കോ കൊച്ചി എത്തി. എങ്ങനെയുണ്ട് ഉറങ്ങാൻ? എങ്ങനെയുണ്ട്? വേറൊന്നും കേൾക്കില്ല. ഔവിന്റെ ഒരു ഇതുണ്ടല്ലോ അത് മതി. നീച്ചി ബാ ഇറങ്ങി. അപ്പൊ പാവ അർഷു അവിടുന്ന് മുതൽ ഇവിടം വരെ ഏതോ വൻകിട ഫ്ലൈറ്റ് എടുത്തിട്ടാണ് വന്നത്. എമിറേറ്റ്സ് അല്ലേ? ഏതോ ഒരു വലിയ ഫ്ലൈറ്റ്, എമിറേറ്റ്സോ എത്തിഹാദോ ഏതൊക്കെയോ എടുത്തിട്ടാണ് അർഷു വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ വലിയ ലോഞ്ചിൽ ഇരിക്കണത് ഓല് ഫ്ലൈറ്റുകാർ കൊടുത്ത് റൂമിൽ പോണത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് മാറി മാറി ഇങ്ങനെ അയച്ചെന്നിനി ഗ്രൂപ്പൊക്കെ തന്നെ ഇടല്ലേ ഇനി അർഷുവിൻ്റെ പണിട്ടോ. ഇപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞേ ഒരു പെണ്ണിൻ്റെ പേരും എഴുതിയാണ്ട് ഇവിടെ എയർപോർട്ടിനവിടെ നിൽക്കണ്, അർഷദ് ചീരത്തറത്തിൽ എഴുതിയാണ്. അപ്പോൾ എന്താ ചോദിച്ചു, അതിൽ ഒന്നുമില്ല, എൻ്റെ ലഗേജ് അവിടെ നിന്ന് പോന്നിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്താ കാട്ടുക വെച്ച്. ഇനി എന്താ കാട്ടുക, ഞാൻ അവിടെ നിന്ന് പോയി അവരോടും ചോദിച്ചോക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇജ്ജല്ലേ ഈ ഫ്ലൈറ്റ് വലിയ സംഭവം അത് ഇതെന്ന് പറഞ്ഞു. അതിൽ പിന്നെ അത് ചോദിച്ചോക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അപ്പോൾ അവൻ്റെ ബാഗിൽ എന്ത് ചെയ്തിന് എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പ് വെച്ചിട്ട സീന്, ലാപ്പ് വെച്ചിക്കണ്, എന്തൊക്കെയോ വെച്ചിക്കണ്. അതന്നെ ആവും സീൻ വരെ. കാരണം ലാപ്ടോപ്പ് കൈ പിടിക്കാതെ അതിൽ വെച്ചാൽ സീനാവും. എനിക്കറിയില്ല എന്ത് കാരണം കൊണ്ടാവും പിടിച്ചു നിർത്തിയെന്നുള്ളത്. പരിചയമില്ലല്ലോ, എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയേ? കൊച്ചി എത്തി. ഹാപ്പിയാണോ? ഹാപ്പി. ഇത്രയും ദൂരം ഉറങ്ങി പോകുന്നത് ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു പട്ടാമ്പിൻ്റെ ശേഷം ഉറങ്ങിയവരാണല്ലോ. എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇവിടെ വരെ ഉറങ്ങി. ഇതേ ഉറക്കാണ് ഞാൻ ബാംഗ്ലൂർക്ക് ഉറങ്ങിയത്. സൂപ്പറായിട്ട് മാഷാ അല്ലാഹ്. ഈ വണ്ടിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, വേറെ എന്തൊക്കെ പറഞ്ഞാലും വണ്ടിൻ്റെ ചേലും കോലം നോക്കണ്ട. തൃശ്ശൂർ റോഡ് ഫുള്ള് പണിയെടുക്കുക. ചളി പുളി മഴ കേകി വെച്ച വണ്ടിയാണ്. ഇതാണ് ബ്ലാക്ക് കളർ വണ്ടി വാങ്ങിയുള്ളൊരു മെച്ചം. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കുകയാണ്. നമ്മളെ പേരൻ്റെ മുന്നിൽ കൂടെ ഓട്ടോറിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. 1 മണിക്ക് വണ്ടി രണ്ടാമത് കേൾക്കാനാവും. ഇജാതിരി കെതിയായിട്ട് ബ്ലാക്ക് വണ്ടി കേകിട്ടാൽ ഇത്ര വൃത്തിയുള്ളൊരു വണ്ടി വേറല്ല, പക്ഷെങ്കിൽ ചീഞ്ഞാൽ ഇത്ര ചീയണൊരു വണ്ടിയും വേറല്ല കേട്ടോ. അപ്പോൾ ഏകദേശം ആകെ അലമ്പായിരിക്കുന്നു നമ്മളെ വണ്ടി. മാഷാ അല്ലാഹ്. നമ്മളെ വണ്ടിക്ക് ഒരു നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, വൈകാതെ ഞാൻ അറിയിക്കുന്നതാണ്. കുറേ പേർക്കറിയാം. അപ്പം അതിൻ്റെ കഥ പറയാണ്ടെങ്കിൽ കുറേ പറയണ്ടോ. ലേലം വിളിച്ച കഥ പറയാനാണെങ്കിൽ സെയിം കഥയാണ്. എല്ലാവരും നോക്കിക്കണത് ബേസ് നമ്പറിൻ്റെ, അതായത് ഇപ്പം നിങ്ങൾ ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ഫോർ ഈ നമ്പറിന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് നമ്പർ കാണിച്ചു തരും. ആ നമ്പറിന് ആർക്കും ആ നമ്പർ കിട്ടൂല, ആ പൈസക്ക് ആർക്കും ആ നമ്പർ കിട്ടൂല. 3 ആൾ നിന്ന് ലേലം വിളിച്ച് 35-40 മിനിറ്റിൻ്റെ ലേലം വിളിൻ്റെ ഒടുവിലാണ് അവസാനം നമ്പർ നമ്മൾക്ക് സ്വന്തമായത്. മാഷാ അല്ലാഹ്. എൻ്റെ ഒരു ആഗ്രഹം ഇനി എനിക്ക് ആ നമ്പർ തന്നെ വേണം, ആ നമ്പർ തന്നെ കിട്ടണം എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ നമ്പർ കിട്ടിയിട്ട് എന്തായാലും നമുക്ക് കൺഫേം ആയി. ഇനി കിട്ടിയിട്ട് കാര്യങ്ങൾ ബാക്കി കാണാം. പിന്നെ അതേപോലെ എന്നാൽ കൂട്ടാൻ പോവല്ലേ. അപ്പം ഇന്ന് അഫി ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അഫി വീട്ടിലത്തെ ഡോഗ്സിനെയും പെറ്റ്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരുന്ന ഒരു വ്ളോഗ് ഇട്ടിക്കണ്. അപ്പം അതിൽ കുറേ ആൾക്കാർക്ക് അത് ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. നായ്ക്കൾ ഹറാമല്ലേ, പട്ടികൾ ഹറാമല്ലേ, ഓൽക്കുള്ള വ്യക്തമായ മറുപടി ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിരിക്കണം. ഞാൻ സിമ്പിളായിട്ട് പറയണം. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പേരെ പോലെ അല്ല. ഞങ്ങൾ റിസർവ്ഡ് ഫോറസ്റ്റാണ് അമരമ്പലം. ആ പഞ്ചായത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഇതിൻ്റെ അവാർഡൊക്കെ കിട്ടിയാണ് നമുക്ക് ബെസ്റ്റ് ഫോറസ്റ്റിന്. ബാസിലിൻ്റെ വരിയിൽ എന്താണെന്നോ പേരുടെ മുന്നിൽ ആന ചക്കെന്ന വന്ന്. അപ്പം ആന പോയോടെ 4-5 ആന പോയോണ്ട് പേരുടെ മുന്നിൽ കൂടെ സത്യമാണ്. അതേപോലെ വനം വന്യജീവി വകുപ്പ് കാട്ടുപന്നി, ഏറ്റവും ഡേഞ്ചർ സാധനം കാട്ടുപന്നിയാണ്. ഈ ഡേഞ്ചർ കാട്ടുപന്നിയുള്ള നാട്ടിലാണ് ഞങ്ങളൊക്കെ വരുന്നത്. നമ്മളെ ചെറുപ്പത്തിലറിയാം കുറേ ആൾക്കാർ ജീവന്, അതായത് അപഹരിക്കാറില്ല. അപഹരിക്കാറിഞ്ഞാൽ എന്താണോ മീനിങ്? പൗതി പോണേന് എന്താ മീനിങ്? അല്ല, കുറേ ആൾക്കാരുടെ ജീവന് പൗതി ഇതാവില്ലേ, പൗതി തളരിൻ്റെ പണിയൊക്കെ എന്ത് ചെയ്യും, പന്നി എടുക്കും, നേരെ വന്ന് കുത്തിയാണ്ട് പൗതി തളരും. അപ്പം ഇങ്ങനെ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കാൻ അനങ്ങണില്ല, പന്നി അനങ്ങണില്ല. അതിന് അതെന്താ? പന്നി അനങ്ങാൻ പന്നിക്ക് മൂടുണ്ടാവില്ല. പറഞ്ഞില്ലേ പന്നി ലേറ്റ് അടിച്ചിട്ടൊന്നും കണ്ടനങ്ങ അതിങ്ങനെ നിൽക്കുന്നു. പന്നി ഒരു ഗ്യാപ്പ് ഇട്ടിയപ്പോൾ ആയും ഒന്നായിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും കിളി പോയി കണ്ട് വന്ന് എന്തെങ്കിലും ഫീൽഡ് ഔട്ടായി ഇങ്ങനെ നിന്നാവും, കട്ടായി നിന്നാവും പന്നി. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളെ വീട്ടിൽ വനം വന്യജീവി പരിപാടികൾ ഫുള്ളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് കൃഷികളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ
ഒരുപാട് സാധനങ്ങൾ, അതായത് മുമ്പ് നമ്മളെ ഷൂസ്, ഹെൽമെറ്റ്, അതുപോലെ പുറത്തുള്ള സാധനങ്ങൾ, വണ്ടി, ഒരുപാട് സാധനം കളവ് പോയിരുന്നു ഈ CCTV ഒക്കെ ഐഡിയ ഒക്കെ വരുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ CCTV കുറേ കാലത്തിന് ശേഷം വെച്ചു. അപ്പോൾ അതിൻ്റെ മുന്നാണ് കൃഷിക്ക് മെയിനായിട്ട് നാശനഷ്ടം സംഭവിച്ച ടൈമിലാണ് നമ്മൾ കാവലിന് വേണ്ടിയിട്ട് വളർത്തുനായ്ക്കളെ സൂക്ഷിച്ചിരുന്നത്. അപ്പം അതിന് കുറേ ആൾക്കാർക്ക് എതിർപ്പുണ്ട്. പക്ഷേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എതിർപ്പില്ലല്ലോ എന്ത് ചെയ്യുക. പന്നി എന്ന് പറഞ്ഞാൽ ഒരു 10, 150, 140 മിനിമം സ്പീഡിൽ വരുന്ന ജന്തുവാണ് പന്നി. കാട്ടുപന്നി നല്ലൊരു നടട്ടാണ് കുത്തിയാൽ പിന്നെ അവിടെ കിടക്കുക, കട്ടിലും വിരിച്ചിട്ട് ഒന്നിനും പറ്റാതെ കിടക്കുക. അപ്പോൾ ഈ പന്നികൾ, ആനകൾ, അതുപോലെ വിഷമുള്ള പാമ്പ്, ഈ ബ്രൂസ് ഇല്ല, ബ്രൂസ് ചെയ്തൊരു നന്മൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ബ്രൂസ് പെരൻ്റെ ചുറ്റോടുന്ന ഒരു 5-6 വിഷമുള്ള പാമ്പുകളെ പിടിച്ച് കൊന്ന മനുഷ്യനാണ് ബ്രൂസ്, നമ്മളെ വീട്ടിലത്തെ പട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ നായ്ക്കളെ ആവശ്യം അനിവാര്യമാണ്. കാരണം ഞങ്ങളുടെ സിറ്റുവേഷനും നമ്മളെ ലൈഫും അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പട്ടിനെ വളർത്തുന്നതിൽ ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പുണ്ട്. അപ്പോൾ ഓൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒരു പുതിയ ഇത് വരുന്നുണ്ട്, ഓൾക്ക് എന്ത് ചെയ്യുക, അതിന് വേണ്ടി ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അതായത് ഈ വിഷമുള്ള പാമ്പുകളെ രാത്രി 24/7 പെരയിൽ കാവൽ നിന്നിട്ട് പിടിക്കുക. അതുപോലെ തന്നെ 24/7 ഓടി വരുന്ന പന്നി, ഈ പൂളം, നമ്മളെ കൃഷി, നമ്മളെ തക്കാളി കൃഷിയൊക്കെ കേടെടുത്തുന്ന പന്നീനെ തടുത്ത് നിർത്തുക, അതിനെ താലോലിച്ച് വിടുക. ഈ പരിപാടികളൊക്കെ ചെയ്യാൻ പട്ടിക്ക് പകരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്ന്, അതായത് കംപ്ലയിൻറ്റ് പറഞ്ഞ പോലെ പട്ടിക്ക് പകരമായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അപ്പം നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഹെവി വർക്ക് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടികളെ ഒച്ച ഉണ്ടാക്കണുണ്ടോ? അത് നമുക്ക് ഞമ്മക്കാ പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കുറച്ച്. സ്റ്റോർ റൂമിന്റെ പുറത്ത് കാത്തുക്കണം, അവിടെ ആരും ഇറങ്ങിയിട്ടില്ലല്ലോ. അവിടെ ഒന്ന് സ്റ്റോർ റൂം അങ്ങോട്ട് കാണിച്ചിറങ്ങി അത് ആരോടും പറഞ്ഞ, ഞാനവിടെ അങ്ങനെ നിന്ന് കുറേ നേരം, ഞാൻ അവിടെ നിന്നു. സൽമാൻ അപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലേ? അല്ല, ഞാൻ ഇവിടെ വന്നിട്ട് നോക്കി, പിന്നെ അത് കണ്ട് ഇത് മാഞ്ഞു വയ്ക്കണ് സ്റ്റോർ റൂം. ഇവിടെ കുറേ നേരം ഇവിടെ ഒന്നും ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കാത്തുക്കാണ് ചോദിച്ചു, സ്റ്റോർ റൂമാണ് അവിടെയാണ് പറഞ്ഞത്. ഇത് ഓന്റെ കഥയാണ്. ഞാനവിടെ വരുന്നുണ്ടല്ലോ, ഓ ഇത്രയും നേരം നിൽക്കണം, അത് കണ്ടിട്ട് ഞാൻ വന്നു. ഞാനവിടെ 2 ആൾക്കാർ കേറിയിട്ട് അവിടെ നിന്ന്. അപ്പൊ ഇജിന്റെ ഇവിടെ നിന്റെ ഞാൻ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളോട് ഇവിടെ ഇരുന്നു. അറിയില്ലല്ലോ. അതല്ലേ, ഞാൻ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഞാൻ അല്ല, എനിക്ക് ഉറപ്പേ ഓന്റെ കഥ പിന്നെ ഒന്നുമില്ല. ഫുൾ അടിയായിട്ടോ. അവിടെ കക്കൂസിൽ ആൾ വെയിറ്റ് ചെയ്യല്ലോ, അവിടെ കാനഡയിൽ നിന്ന് വന്ന ആൾ വെയിറ്റ് ചെയ്യേണ്ട അവിടെ. അപ്പൊ ഞമ്മക്ക് വേണ്ടി ഇന്ന് വീഡിയോസ് എടുത്ത് തരുന്നത് നമ്മളെ പ്രിയപ്പെട്ട അച്ചു അവർകളാണ്. മഞ്ചേരി അച്ചു ഇവിടെ വരൂ. എന്താണ് പറയാനുള്ളത്? വണ്ടി ഓട്ടാൻ കിട്ടിയൊരു അവസരം നമ്മൾ ഒഴിവാക്കില്ല. രാത്രി ആണെങ്കിൽ രാത്രി എന്താണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? കംഫർട്ട് ഓൺലി. കംഫർട്ടുള്ള വണ്ടിയാണ്. മാഷാ അല്ലാഹ്. ഇപ്പൊ കുറച്ച് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കൊടുത്ത വണ്ടി ഉണ്ടല്ലോ, തീ പറഞ്ഞ ലുക്കാണ് കയറും വണ്ടി. നബിയിലല്ലേ ആ പെണ്ണ് ഉരക്ക ചുറ്റിയുണ്ടോ, അതേമാതിരി ഓ മാഷാല്ലാ മാഷാല്ലാ. അപ്പം സുഹൃത്തുക്കളെ ഞങ്ങള് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ചലിക്കുകയാണ്. ഇല്ല, അവസാനിക്കല്ല, ഇത് തുടങ്ങിയിട്ടുള്ളൂ. അതേപോലെ എനിക്ക് സ്പെഷ്യലി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അർഷു എന്താട്ടിക്കണേ ഈ കാനഡയിലും ഞങ്ങട്ടിക്കാം, ഈ കാനഡയിലും ഇവിടെയൊക്കെ പഠിച്ചാൽ പോകണം, UK പഠിച്ചാൽ പോകണ ചെക്കന്മാരില്ലേ, ഇവൽക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവര് ഫുള്ള് മറ്റേ മീശൊക്കെ ചുണ്ടൊപ്പിക്കാണ്ട് നമ്മളെ അവിടുത്തെ നാട്ടുകാരെ പോലെ നമ്മളെ നാട്ടുകാരെന്ത് ചെയ്യും, ഒന്ന് മീശയൊക്കെ ഒന്ന് ട്രിം ചെയ്ത്, ഒന്ന് താടിയൊക്കെ ട്രിം ചെയ്ത് ബ്രോ ആ ലുക്കൊക്കെ മാറും. അർഷു ആ ലുക്കൊക്കെ വെട്ടിക്കണേ. അപ്പോൾ ആ ആസ്തറ്റിക്കൊക്കെ നല്ല രസമുണ്ട്. അതായത് കാനഡ ഓൻ്റെ ഒൻറ്റാരിയോ ടൊറോണ്ടോ ആസ്തറ്റിക്ക് അത് നല്ല സൂപ്പർ മാച്ചായി. അപ്പം ഞാൻ അർഷുവിനോട് പറഞ്ഞേ സംഭവം ശരിയാണ്, ഒൻറ്റാരിയോ ആസ്തറ്റിക്കൊക്കെ അവിടുത്തെ ടൗണുക്കും സിറ്റിക്കൊക്കെ പറ്റിയ, സിറ്റി ലൈഫൊക്കെ പറ്റിയ കട്ടാണ് ഇത് പറ്റിയത്. പക്ഷേങ്കിൽ നാളെ വരാനുള്ള കൂരിക്കുണ്ടിക്കാണ് വണ്ടൂര് പറഞ്ഞത്. അപ്പോൾ കൂരിക്കുണ്ട് അങ്ങാടിയിൽ കള്ളിത്തിനെടുത്താൽ നിൽക്കല് ആ വായനശാലിൻ്റെ അവിടെ. അർഷു ആ വായനശാലിൻ്റെ അവിടെ ഒണ്ടാരിയോ വെട്ടുമട്ടിട്ട് കള്ളിത്തിനെടുത്ത് നിൽക്കുന്ന ആ ഒരു സീന് ഞാൻ അങ്ങനെ മനസ്സൊക്കെ ചിന്തിച്ചൊക്കെ വെച്ച് ചെറുതായിട്ട് ചെറിയ ഒന്നും എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അറിയില്ല. അതിൽ അർഷു ചട്ടപ്പിച്ചല്ലോ, അതിൽ അർഷുവിൻ്റെ 3 മൊത്തം പോയി. അപ്പോൾ അർഷു നമ്മളെ വ്ളോഗിൽ ആദ്യമായിട്ട് വരുന്ന ഫ്ലൈറ്റ് കേട്ടോ, മാഷാ അല്ലാ, നമ്മളെ വ്ളോഗിൽ ആദ്യമായിട്ട് വന്ന ഫ്ലൈറ്റ്
അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം കാണാലൊക്കെ. ഐ സൂം ചെയ്ത് കൊടുക്കില്ല അപ്പോൾ മനസ്സിലാവില്ലേ? 0.5 ഇട്ട് കൊടുക്കേ. എന്ത് ക്യാമറ മേന അത് കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ അതിന്റെ പേര് സൂം ചെയ്താണ്ട് ഇങ്ങനെ നീട്ടി കൊടുക്കാം. ഓനോ പൊട്ടം ജയിലാറില്ല പൊട്ടം തുറക്കണ്ട ഒക്കെ പെരേതിരി തുറക്കാം ബാക്കേറ്. അപ്പൊ നമ്മള് അർഷുവിനെ കാണാൻ വേണ്ടി പോയൊക്കെയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് അർഷുവിന്റെ വിശേഷങ്ങളും വിവരങ്ങളും അർഷുവിന്റെ ആ ഒരു സ്പെഷ്യൽ ലുക്കും നമുക്ക് അവന്റെ കാറ് കുടുങ്ങി വന്നു കാണാം. എന്താണ് അസ്സലാമു അലൈക്കും. വരൂ കൂട്ടുകാരെ. ആരെ ഗൾഫിൽ നിന്ന് നിങ്ങളെ? സൗദി ഗൾഫിൽ നിന്ന് ആര് എളാപ്പാ ഞാൻ പറയ് ആരെ ഗൾഫിൽ നിന്ന് വെച്ചപ്പോ സൗദി. എവിടെ സ്ഥലം? നമ്മള് മലപ്പുറം. ഓ മലപ്പുറംകാരാണ്. ഇപ്പൊ മക്കര പറമ്പാണ്. സൽമാൻ. എന്താണ് പേര്? അഫ്ലഹ്, അസ്മി, ഷെഫിൻ. കാണാട്ടാ. ബൈ ബൈ. സി യു. ബൈ ബൈ. ആർശുഞ്ഞി എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ മനുഷ്യൻ വെയിറ്റ് ചെയ്ത് കൂട്ടി പോയാലോ? ഇവിടെ എന്താ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ടാക്കണ്ടാ. അവിടെ കുയ്യൊക്കെ കുത്തിക്കണ്. ഇവിടെ ഇതാ ഇവിടെ അർഷു വരുന്നുണ്ട്. അല്ല വ്ളോഗ് ഉണ്ട് കേട്ടോ. വ്ളോഗർ ബീപ്പാത്തു. ഇവിടുന്ന് എങ്ങനെ പോയ ആളാ? അവിടെ തൊട്ടൊരു ക്യാമറയും മൈക്ക് കേട്ടാ. അർഷുവിന്റെ പാട്ട് ഞാൻ കൊടുക്കാം. ജോണി മോനെ ജോണി വയ്യോ ടെക്സ് മണി ജോണി മോനെ ജോണി. അല്ല ഇവന് ഓൾറെഡി 2 പെട്ടി ഉണ്ടല്ലോ. പിന്നെ ഇവന്റെ ഏത് പെട്ടിയെ പിടിച്ചേ? വയ്യോ ടെക്സ് മണി പപ്പനും വേണ്ടപ്പ ഇത് ന്യൂയോർക്ക് ലൈഫ് എന്നപ്പ ന്യൂയോർക്ക് ബോയ്സ് പപ്പ സോറി പപ്പ. അല്ല മുത്തേ അല്ല ചോദിച്ചട്ടെ അല്ല ഇത്രയും ബാഗ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ഏത് ബാഗാ പിടിച്ചേ? ഒന്ന് കെട്ടി പിടിച്ചേട്ടെ. ഇങ്ങോട്ട് വാ മണികളെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. അർഷുവിനെ പിടിച്ചാണ്ട് അല്ല നമുക്ക് പിടിച്ച അർഷുവിനെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടാലോ? അതുകൊണ്ട് വ്ളോഗ് അതിലെന്താ പറയണ്ടേ? ഇതിലൊന്നും പറയണ്ട. മൈക്ക് ഇവിടെ കുത്തിയാണ്ട് ഫോണിലേ. ഇനി ഫുള്ള് ചെറുക്കന്മാരപ്പാണ്. ആർക്കോ എങ്ങിയില്ലേ? രാജകീയ വാഹനമാണ് സജ്ജാക്കിയിട്ടുള്ളത്. ഇതിലെ പോര് അർഷു സ്ട്രൈറ്റ് മനസ്സിലാണ്. കറക്റ്റാ കണ്ടു. നേരെ നാട്ടിലെത്തിയപ്പോഴേ ആ കാനഡ ആസ്തറ്റിക്കൊക്കെ വിട്ടു. അത് ഞാൻ പറഞ്ഞ അപ്പളേ പറഞ്ഞത്. ആ മുടി വെട്ടും ആ മീസിങ് കൊണ്ടാണ് നാട്ടിൽ ഇറങ്ങിയാൽ ഈ കൂരിക്കൊണ്ട് ആക്സിഡന്റിൽ നടന്നു പോയാൽ ആ ആസ്തറ്റിക് ഇവിടെ വർക്കാവില്ല പറഞ്ഞത്. ആ താലിയാ നടത്തൊക്കെ നോക്കി മൂടെ കുലിക്കാണ്ട് കറക്റ്റ് കൊണ്ടുവരാം. ടാൻഡനക്കാൻ കറക്റ്റ് ഒരു മാപ്പിളവാട്ടനെ വിട്ടെടുത്താണ്ടല്ലോ. വമ്പുറ്റ എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ മാച്ചാ പോൻ്റെ ആസ്തറ്റിക്. ഏതായാലും ചെന്നാണ്ട് കൂടി കൊടുക്കട്ടെ കേട്ടോ. വാ ഇവിടെ ഒപ്പം നിന്നാലൊക്കെ അത് ഇങ്ങനെ അതിലാണ് പിന്നെയും അത് പിന്നെ കുടിച്ചോളി മുട്ട ബാ. ഏതൊക്കെയാ കുടിച്ചേ? ഇതില് മുട്ടായി ഉണ്ടായിരുന്നു. ഇത് തുറക്ക അങ്ങോട്ട് ഉന്തി ഇത് സംഭവം. ആ ഹായ് എടുത്തോളി. അർഷന്റെ പെടുക്കളെ എനിക്ക് ഓലൊക്കെ പോണതാ. അല്ലോ കൂട്ടുകാർ പോണേ. അയ്യോ എന്റെ കൂട്ടുകാർ പോകുന്നേ. ഓക്കെ ആരെ ഗൾഫിൽ നിന്ന്? ഓക്കെ ആരെ? ഉമ്മച്ചി. ആ ഓക്കെ നമ്മളെ കൂട്ടുകാരൻ വന്നേ. ശരി. ആ ആരെ തൂണിന്റെ മറന്നൊക്കെ വിളിച്ചേ? ഹായ് മുത്തേ. തടി കുറഞ്ഞോ? മൂന്നും നോക്കട്ടെ. അർഷുവിന്റെ കാനഡ ആസ്തറ്റിക്സ് കണ്ടോളിട്ടോ. അമേരിക്കൻ
ആന്തൊന്നുമില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് ഓടൂല. ഇതൊക്കെ എന്താ വെച്ചാല് ദഹിക്കൂല. ഇതൊക്കെ എന്റെ അമ്മ കാട്ടി കൊടുത്താലേ ഇത് വെല്ലിപ്പ എങ്ങനെ മോയിച്ചോട്ടല് 11 വീസ. വരവിന്റെ പുറകിലെ ലക്ഷ്യങ്ങൾ പറഞ്ഞാല് എന്താ പറയാ, ചെക്കന്മാരിപ്പോ ചില്ലാക്കണം. പിന്നെ നമ്മളെ കാര്യമായൊരു വലിയൊരു ഇവന്റ് വരാണ്ട്, അത് ഇവന്റ് നടക്കുമ്പോ അത് റിവീൽ ചെയ്യാം. അല്ല ഞാൻ പരിപാടി വരാനുണ്ട്. ഒരു കനത്തിലുള്ളൊരു പരിപാടി, നല്ല കട്ടി കനത്തിലൊരു സാധനം വരാണ്ട് അതിനിങ്ങനെ കാത്തിക്കാണ്. കാർ ഇവിടെ ഡിസ്കളെ അവിടെ ഒന്നല്ല, അത് കുത്തി ഇറക്കിയാ മതിയല്ലേ? അതന്നെ എന്തിനാ ഇതല്ല അതാ വണ്ടി പറഞ്ഞ പോലെ. അതൊക്കെ ഏത് സീറ്റാ വണ്ടി? ഫ്രണ്ട് വേണോ ബാക്ക് വേണോ? അല്ല ബാഗ് എന്നാ വരിക? ശരിക്കും ഓല് ബാഗ് എടുത്ത ഓല് പെരേ കൊണ്ടുവരണ്ടേ? ഓല് കൊണ്ടുവന്നേരും. ഓ പറഞ്ഞു ഡെലിവറിക്കാരൻ വണ്ടിയിൽ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും ഒരു ഡെലിവറിന്റെ ഇപ്പം വിടല്ല, ഒരു ഡെലിവറിക്കാരൻ അതിനായിട്ട് വന്ന് കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. അല്ല അങ്ങനെ തരണം. അല്ല പക്ഷേ സർവീസ് എമിറേറ്റ്സ് ഒന്നും പറയല്ല. സൂപ്പറാ, മാരക സർവീസ്. ഈ പെട്ടി വെച്ച് ഒഴിവാക്കിയല്ലേ എല്ലാം സൂപ്പറാണ്. എമിറേറ്റ്സ് സൂപ്പറാക്കി അർഷനെ സെറ്റപ്പ് ആക്കി ഇറക്കി. പക്ഷെ ലഗേജ് ദുബായിൽ പിടിച്ചിട്ടാണ്. ഇവിടെ ഇറങ്ങണ വരെ ഞാൻ എമിറേറ്റ്സിനെ പൊക്കുക, അടിപൊളി സാധനം, റൂം അങ്ങനെ ഫുഡ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവിടെ എത്തിയപ്പോ പെട്ടി കാണാനല്ല. അതിന്റെ പേര് വ്ളോഗ് മാറി, അതിന്റെ പേര് പെട്ടി കാണാനല്ല. ഞാൻ മൂഞ്ചി. അതിന് മായ ചെയ്തിട്ടാണ് ഇങ്ങനെ ഫുള്ള് മായ ചെയ്ത് സൈഡായി. ഇതവിടെ പതിപ്പിച്ചു നോക്ക്. 360 നടന്നു കാണട്ടെ, മൈക്കൊത്തിക്കോ 360 നടന്ന് കാണട്ടെ. കൂട്ടിയേ നരിക്കുനി സാധനം ചേട്ടാ തുറക്കട്ടെ. ഇതൊക്കെ തുറയാത്ത മൂട് വണ്ടി ലക്ഷം. ആന പോലത്തെ ഒരു പെട്ടിയും കൂടി ഉണ്ട്, അതാ മിസ്സായത്. അതാണ് ഇപ്പൊ ഒരു സങ്കടം ചങ്ങായി. എടങ്ങേറ് പിടിച്ച ആകെ ഇടങ്ങാറായി. ഭക്ഷണം വേണ്ട, ഞാൻ ഇപ്പൊ തിന്നിട്ടുള്ളൂ. സാധനം ഉണ്ടേനി. അല്ല നമുക്ക് കഴിക്കണല്ലോ. ഇവിടെ ഇറങ്ങിയാ തിന്നണ്ട. നമുക്ക് വേഗം വണ്ടി കയറാം. ആകെ ആവിച്ചൽ തുടങ്ങി. അതുണ്ട്, അത് കാനഡയിലടാ. കേക്ക് റവ കേക്കല്ല, ഒരു നല്ല രസമുള്ള കേക്ക്. എന്റെ അപ്പുറത്തൊരു പെണ്ണേനി, അതുകൊണ്ട് ഉറങ്ങാനും പറ്റില്ല. അത് ഞാൻ അഥവാ ഉറങ്ങി ഓളെ തോളത്ത് പോകണം, ഓളെ തരുത. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചു. അപ്പൊ ഞാൻ ഉറങ്ങാതെ കാത്തുന്നു. ഇതൊന്ന് ആലോചിച്ചോക്കാം, 24 മണിക്കൂർ ഞാൻ ഉറങ്ങാതെ കാത്തുന്നു. പ്രായം കുറഞ്ഞോ ലുക്കായില്ലേ? ഇത് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ നടക്കണ് ചോപ്പിച്ചല്ലടാ. അതെങ്ങനെയാണ് ഒറിജിനൽ? എങ്ങനെയാണ് ഒറിജിനല്? എന്ത് ഇറക്കണോക്കാ? നാട്ടിലത്തെ ക്ലൈമറ്റ് പറ്റില്ലേ? ഇല്ലല്ലോ, ഓണൊന്നുമല്ല, ഓഫാ. നാട്ടിൽ മാറിട്ടോ? അതോ അപ്പൊ തന്നെ മാറിക്കണേ. അങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ സോപ്പിട്ട് പൊടിച്ചിക്കാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതാ പകൽ വെളിച്ചത്തിൽ എല്ലാവർക്കും അർഷുവിനെ കാണിച്ചു തരാണ്. അപ്പോൾ അർഷു എത്ര വർഷമായി കാനഡയിൽ? എത്ര വർഷമായി ഇപ്പോൾ കാനഡയിൽ? ഞാൻ ടോട്ടൽ 3 വർഷമായി. 3 വർഷത്തിന് മേലെയായി, 3.5 കൊല്ലത്തിൻ്റെ അടുത്തായി. പക്ഷേ അതിൻ്റെ ഒരു ഗെറ്റപ്പും ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അല്ല, അതിൻ്റെ ഒരു മെച്ചപ്പെടൽ ഇച്ചുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത്ര രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പുതുതായി കാനഡയിൽ പോകണം. നമ്മളെന്താ പറയുക, ഉറങ്ങായിട്ട് വാക്കുകളൊന്നും കിട്ടില്ല. കാരണം ഇന്നലെ രാത്രി 11 മണിക്ക് പുറപ്പെട്ട ട്രിപ്പാണ്. ഇപ്പം രാവിലെ 8 മണിയായി. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എപ്പോഴും പൊളിഞ്ഞിട്ട് വെക്കാറില്ല, കട്ട വെക്കാരം. അപ്പോൾ പുതുതായി കാനഡയിൽ പോകുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പം നബീലൊക്കെ IELTS എഴുതി വരണം എന്നാണ് പറയുന്നത്. നിൽക്കണോ നോക്കിയാ ഓനൊക്കെ കാനഡയിൽ കൊണ്ടുപോയി ഇമിഗ്രേഷൻ ഓഫീസർ എത്താ പറയാ. ഇച്ചാടി കാനഡയ്ക്ക് വരാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നാട്ടിൽ വന്നപ്പോഴാണ് ആ നാടൻ വൈബ് തിരിച്ചിട്ട് എനിക്ക്. ആ നാടൻ കാക്കമാരെ കണ്ടോ, വള്ളമലൊക്കെ ചൊറിഞ്ഞ് അറിയാതെ കച്ചങ്ങോട്ട് പോകും. ഞാൻ ഒന്ന് സ്റ്റാൻഡേർഡായി നിൽക്കട്ടെ. എപ്പോഴും എങ്ങനെയാണ്
എന്താ പറയാനുള്ളത് പുതിയ കാനഡയ്ക്ക് കാര്യത്തിൽ കാനഡ നോക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പരിപാടി കൂടി എല്ലാ കാര്യം പറയാതെ ഇനി നടക്കൂല. ഞാൻ പോയി ഞാൻ കഴിച്ചിലായിട്ട് പറയുന്നല്ല, ഞാൻ പോയി ഞാൻ മൂഞ്ചോണ്ട് പറയുന്നത്. വാച്ച് D1 മിലാനോ, അതൊരു ചെറിയ വാച്ച്, ന്യൂ ബാലൻസ് 16 Pro ആയിട്ടാ വന്നത്. പെട്ടിയെടുക്ക് വേറെ പോക്കറ്റില്. എന്നിട്ട് പറയാം അപ്പൊ അർഷുവിന്റെ വൻ കോമഡി എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ പ്രാവശ്യം അർഷു വന്ന ടൈമിൽ അബദ്ധവശാൽ എൻ്റെ അടുത്തുനിന്ന് ഒരു ഫാൾട്ട് പറ്റിയതിൻ്റെ എന്ത് പറ്റി, അർഷു കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസ് ആക്കി വന്നാണ്. അങ്ങനെ അബദ്ധവശാൽ പ്രശ്നം പറ്റിയിട്ട് എന്ത് ചെയ്തു, അർഷുവിൻ്റെ പെണ്ണുങ്ങൾ അർഷു വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ത്രൂവാണ് അറിഞ്ഞത്. ഞാൻ അവിടെ പറയാം ജോർജിയയിലെ ആ ബെഡിൽ കടന്നെന്നല്ലോ വിളിച്ചു 5 മിനിറ്റ്. അതിൽ അസറു എന്താ അനക്ക് അസറുണ്ട് ഇന്നെ വിളിച്ചാണ്ട് ആകെ സീനായിക്കണ, എന്താ സംഭവം ഞാൻ എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിയാതെ പാളിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഇപ്രാവശ്യം അർഷുനോട് പറഞ്ഞു, ഞാൻ ഈ മാസം ഏപ്രിലല്ലേ, അർഷുനോട് 4 മാസം മുന്നേ എന്നാ പറയണേ, ജനുവരിയിൽ പറഞ്ഞു. ഒരു 4-3 മാസം അർഷുനോട് പറഞ്ഞു ഞാൻ ഏപ്രിൽ വരുന്നുണ്ടാണ്. മാണ്ട ഇജ് വരണ്ട, ഇജ് വരുന്നുണ്ടെങ്കിൽ വന്നോ, പക്ഷെ എന്നോട് എന്തിനാണ് പറയണത്. അപ്പൊ എനിക്ക് പൊളിഞ്ഞു പോകുന്ന എനിക്ക് തന്നെ പേടിയായിട്ട് ഞാൻ പറഞ്ഞു ദയവേത് ഇജ് വരുന്നത് എന്നോട് പറയരുത്. അപ്പൊ അർഷു ഗ്രൂപ്പിലിട്ടു. അതിൽ ഞാൻ പറഞ്ഞു ആരും ഓൻ വരുന്ന പോലെ കാണണ്ട, ഓൻ വരുന്നില്ല എന്ന് കൂട്ടിക്കോളി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അർഷു എത്തി. അപ്പൊ അർഷു ഇപ്രാവശ്യം പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ എന്തൊക്കെ നോണിയാണ് പെരി പറയണത്. പെരയിൽ ഞാൻ ഇത് പെണ്ണുങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ പാടില്ല. ഒന്നാമത് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞാണ്ട് 1 മാസം കഴിഞ്ഞപ്പോത്തിന് കാനഡയ്ക്ക് തിരിച്ചു പോയിക്കണ്. അപ്പോൾ ഇനി ഞാൻ ഇപ്പൊ വരുന്ന പെണ്ണുങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ പിന്നെ ഈ ഗൾഫിൽ നിന്നുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഈസിയാണ്. കാരണം ഓൾക്ക് പറഞ്ഞാൽ 3-4 മണിക്കൂർ കൊണ്ട് നാട്ടിൽ എത്തും. എനിക്ക് ട്രാവലിംഗ് ടൈം പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഞാൻ 2 ദിവസം മുമ്പ് പോന്നിക്കണ് ഞാൻ. കാരണം എനിക്ക് പറക്കാൻ മാത്രം ഒരു 18 മണിക്കൂറൊക്കെ എടുക്കും മൊത്തത്തിൽ. 18 മണിക്കൂർ പറക്കണം എനിക്ക് ഇവിടെ എത്താൻ. എയറിൽ 18 മണിക്കൂർ നിൽക്കണം. അപ്പോൾ പറ്റിച്ചല് ഭയങ്കര റിസ്ക്കാണ്. കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് പെരീക്കും ഡെയിലി വിളിച്ചാൽ എന്നാ പറ്റൂല, മനസ്സിലായോ? ഡൗട്ട് അടിച്ചും. അപ്പോൾ എനിക്ക് നല്ലൊരു അവസരം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറു ജോർജിയയിലുണ്ട്, ബാസിൽ നേരെ പിന്നാലെ വിട്ടും ഡിസ്ക് ആയിക്കണ്ട്. അപ്പോൾ ഞാൻ തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു ഞാൻ ജോർജിയക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴേച്ച് കാണാൻ പറ്റുള്ളൂ, എല്ലാവരും കണ്ടിരിക്കണം ജോർജിയ, ഇനിയിപ്പോൾ ഞാനേ കാണാനുള്ളൂ, ബാസിലും കൂടി കണ്ടു കഴിഞ്ഞാൽ ആരും തുണക്ക് പോരാണ്ടല്ലോ പറഞ്ഞാണ്ട് ആ ഒരു സാധനമാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കണത്. അപ്പം ഞാൻ അതിന് അതൊക്കെ ഒരു ഒറിജിനാലിറ്റി വരുത്താൻ നാടകമാക്കിയാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കിട്ടിക്കണേ. ഇപ്പോൾ ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ നേരെ മുന്നിൽ വന്നാണ്ട് ഇന്ന ഇത് മോട്ടറൊക്കെ വെച്ചറിയില്ല. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ കരുതിയ പോലെ പരിപാടി നടക്കണം. ആർക്കും അറിയില്ല, നമ്മളെ ചെക്കന്മാർക്കല്ലാതെ ഒരു മനുഷ്യന് പരിപാടി അറിയില്ല. അപ്പൊ പ്രാവശ്യം ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ ഇന്നിപ്പം 22-ാം തീയതി 8 മണിയായി, ഇതുവരെ പൊളിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുവരെ ഉള്ളത് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞാനാണെങ്കിൽ അർഷുനോട് ഇതിന്റെ ഐഡിയ പോയി എന്നല്ലേ, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു നമ്മളിങ്ങനെ പെരിന്തൽമണ്ണ അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല പൊറാട്ടി മീൻകറി, കാരണം ഇത് കാനഡയിൽ നിന്ന് വരല്ലേ, നല്ല പൊറാട്ടി മീൻകറിയും ബീഫൊക്കെ കിട്ടണതാണ് ആലോചിച്ച് നോക്കുന്നതാണ് മോട്ടറാക്കി ചെയ്ത്. ഇപ്പൊ ഇങ്ങനെ കുക്കർ വിസിലടിച്ചിട്ടുള്ളൂ മീൻകറി ഇട്ടുണ്ട്. അപ്പോൾ അതാ സുഹൃത്തുക്കളെ, അർഷു അവറുകളായി തന്നെ ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചുകൊണ്ട് പൊറാട്ടി മീൻകറി തിന്നാൻ കൊടുത്തു കേട്ടോ. നല്ല പൊറാട്ടി മീൻകറിയും. സൽമാൻ എന്തിനാ തിന്നു വെച്ചാൽ മനസ്സിലാവില്ല കേട്ടോ. സൽമാൻ ഇന്നലെ രാത്രി ഫുൾ ഉറങ്ങി, തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴും ഫുൾ ഉറങ്ങി. എന്തിനാ ഞങ്ങളെ കൂടെ പോകുന്നു? മീനും പൊറാട്ടി നിന്നാണ് അതിൽ നീച്ചോ ബേക്കുന്നത് ആരാ എന്താന്നൊക്കെ ചോദിച്ചാണ്ട്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അർഷുവിന് ഇഷ്ടപ്പെട്ടിട്ടാ പൊറാട്ട ഇട്ടേക്കണേ, നീ കഴിക്കണം. അർഷു കുറെ കാലം എരുമ്പുളിയൊന്നും തട്ടാതെ ഒന്നായിട്ട് തട്ടിയിട്ട് മുടിയൊക്കെ നിൽക്കണോക്കി. മൈദല്ലേ അടാക്കിയാണ്ട് തരും ഓട്ടട, എന്നിട്ട് ഇങ്ങനെ അടിച്ച് നമ്മൾ തന്നെ പരത്തിയാണ്ട് നമ്മൾ തിന്നു. പാവട്ടോ, കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൊറോട്ട പൊറോട്ട തിന്നുന്നത്. എന്തായാലും തിന്നേണ്ടി കാണാം. അപ്പോൾ അർഷും ടീമും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ആകെ മൂത്രച്ചാൻ മുട്ടിക്കണം, എന്നിട്ട് ഇപ്പം ബാത്റൂം തപ്പി പോവാണ്. അർഷുവിൻ്റെ നടത്താണ് സീന്. ഒരു 10 രൂപേനെ നടത്താണ് അർഷുവിൻ്റെ. അർഷു DTDC എന്നാണ് സർപ്രൈസ് കൊടുക്കുന്നത് കേട്ടോ. മെല്ലെ ആദ്യം മൂത്രമൊക്കെ വെച്ചിട്ട് വന്നിട്ട് മെല്ലെ ഒഴിപോലെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്.
എന്തായാലും പോയി വന്നിട്ട് കാണാം. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വൻ കോമഡികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അർഷു പ്ലാൻ ചെയ്ത് എങ്ങനെയാ വെച്ചാൽ അതല്ല അത് കുഴപ്പമൊന്നുമല്ല. അപ്പം അർഷു പ്ലാൻ ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു കോളേജ് ഉണ്ട് കേട്ടോ, വണ്ടൂര്. ഈ കോളേജിൻ്റെ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയാണ്ട് ഇവിടെ DTDC ഉണ്ട്. അപ്പോൾ അർഷുവിൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു പാർസൽ അയച്ചിട്ട് രജിസ്റ്റർഡ് പാർസലാണ്, ഞാൻ ID കൊണ്ടുവന്ന് വാങ്ങിയാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ പെരീന്ന് മോട്ടറാക്കി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓള് വരുമ്പോൾ അർഷു മുന്നിലേക്ക് ചാടിയിട്ട് സർപ്രൈസ് ചെയ്യാന്നുള്ളതാണ് അർഷുവിൻ്റെ സീം പ്ലാൻ കേട്ടോ. എന്നിട്ടിപ്പോൾ നടന്നത് എന്താ വെച്ചാൽ ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി ഇവിടെ നിൽക്കണേ. ഒന്നാമത് ഇന്നലെ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല. പിന്നെ രണ്ടാമതുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു കോളേജാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ കുട്ടികൾ, ഇങ്ങോട്ട് പോയ കുട്ടികൾ, അവിടെയുള്ള കുട്ടികൾ, ഇവിടെയുള്ള കുട്ടികളൊക്കെ കരുതിക്കണം എന്താ വെച്ചാൽ അനാൻച്ച പുതിയ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് പൂവാലിനെ ഇങ്ങോട്ട് പൂവാലിന് സെറ്റപ്പിൽ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പൂവാൽ സെറ്റപ്പിൽ വന്നല്ല, ഞാൻ ഇവൻ സർപ്രൈസ് റെഡി ആവാൻ വേണ്ടി വന്നതാണ്. അപ്പം അവിടെ ഉള്ളവരൊന്നും അങ്ങനെ ഇങ്ങനെ കരുതണ്ട. എന്തായാലും ഇപ്പം ഇനി എന്താണ് നടക്കാൻ പോണെന്നുള്ള കാത്തിരുന്ന് കാണാം. പെട്ടെന്ന് കളക്ട് ചെയ്ത ആളാ പോകുമ്പോ പറയാം. ഇത് പറയാം എങ്ങനെ പെട്ടെന്ന് പോയി ഇന്ത്യക്ക് ഒരു OTP വേറെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ റേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ പറ്റണ ഇപ്പൊ തന്നെ പോകാൻ പറയും, വെരിഫൈ ചെയ്യേണ്ടിരുന്നു. അല്ല 1 മണി വരെ ചെക്കിന് എനിക്ക് തിരക്കുണ്ടായിരുന്നു സർപ്രൈസ് വിളിച്ച. അല്ല നബീൽ എന്താ വെച്ചാൽ നബീലൊന്ന് ബാത്റൂം പോകണം പറഞ്ഞിട്ട് നബീൽ 1.5 മണിക്കൂറായിങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ചെരിഞ്ഞു മറ്റേ കളിപ്പ് കൊത്തി കൊടുത്തേ. അപ്പൊ നബീല് കുറെ നേരമായിട്ട് ചെരിഞ്ഞിരുന്നു, അങ്ങോട്ടിരുന്നു. കുറെ അവിടെ പോയപ്പോ അവിടുത്തെ ബാത്റൂം പൂട്ടിയിട്ടിരിക്കണം. എന്നിട്ട് പറയുന്നത് ഈ ബാത്റൂം എന്തിനാണോ പൂട്ടിയിടണേ? എന്നോട് എന്താണ്ടേ എല്ലായിടത്തും ബാത്റൂം പൂട്ടിയിട്ട ആൾക്കാർ ബാത്റൂമിന്റെ ഉള്ളിൽ എന്താ ബാത്റൂം അടച്ചു എല്ലായിടത്തും ലോക്ക് ഇട്ടക്കാറുണ്ട്. എന്നോട് ചൂടാണ്. ഞാനാ ബാത്റൂം പൂട്ടിയിട്ട് ഓരോ ബാത്റൂം ഞാനല്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഇനിയിപ്പം നജിമ വരുന്ന സീന്, അതേപോലെ അർഷു പെരക്കാരെ കാണുന്ന സീന് തുടങ്ങി. അർഷുവിന്റെ ഈ വരവിന്റെ മൊത്തം വിശ്വാസം സാക്ഷാത്കരിക്കാൻ അർഷുവിന് പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അർഷുവിന്റെ എളിയ യൂട്യൂബ് ചാനൽ, അർഷു പേരെന്താണ് യൂട്യൂബ് ചാനൽ? അർഷു വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് അർഷുവിന്റെ ചാനലിന്റെ ലിങ്ക് എന്ത് ചെയ്യുക നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ബാക്കി ഈ സർപ്രൈസ് എന്തായി, എവിടെ ചെന്ന് അവസാനിച്ചു, എന്തൊക്കെ ഇതിൽ നേടി, ആർക്കൊക്കെ ഇതിൽ ആരാൻ്റെ കോളേജിൽ നിന്ന് അടി കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അർഷുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അർഷുവിൻ്റെ ചാനലിൽ വ്ളോഗ് എന്തായാലും കാണട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അർഷുവിൻ്റെ വ്ളോഗ് കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്താ പറഞ്ഞേ? ഓള് ഒരുങ്ങി വരണല്ലേ നീ? എനിക്ക് എന്നെ പേടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ബാത്റൂം അല്ലേ? ഇത് പൂട്ടിയില്ലല്ലോ. നബീലേ ഇവിടെ കിടന്നിട്ടുണ്ടല്ലോ. അർച്ചന നിൽക്കുമ്പോ വണ്ടി എടുത്തു പോകും. കണ്ടേ പാപ്പാ പുറത്തേക്ക് അത് ഞാൻ വാപ്പനെ ഡീൽ ചെയ്തോണ്ട്. അർഷ എന്താ ചെയ്യണ്ട അറിയാം? അർഷുവിന് ഇപ്പൊ കറക്റ്റ് സ്കോപ്പാ. ഇതിലിറങ്ങാ എന്നിട്ട് ഈ വണ്ടിന്റെ അപ്പുറത്ത് കൂടെ മെല്ലെ വരിക. അപ്പൊ ഇതിനെ വാപ്പനെ ചാക്കിലാക്കിക്കൊണ്ട് ഒരു ചായ ഇരുന്നറിയാം, മാസ്ക് ഇട്ടാൻ തന്നെ പറയാം കേട്ടോ. അപ്പൊ അർഷുവിന്റെ ബാക്കിൽ ഈ ഭാഗത്തു കൂടെ സൽമാൻ തന്നെ വരണ്ടത്. അപ്പഴേ വാപ്പാന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇപ്പൊ തന്നെ ഇറങ്ങിയോ? ഇപ്പൊ തന്നെ ഇറങ്ങല്ലേ? അർഷു ഇറങ്ങുമ്പോ ഇറങ്ങി സൽമാനെ. എനിക്ക് സ്ക്രിപ്റ്റ് മനസ്സിലായിട്ടില്ലേ? പോട്ടെ. ഇപ്പൊ എവിടെയാണ്? ഉള്ളിലെ പുറത്താ? ഓനെങ്ങനെ പോണേ? സംസാരിക്കണ്ടാവും. നമ്മള് വല്ലാതെ സംസാരിക്കണ്ട. പോയി കണ്ടു ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ കണ്ടത് ഓലൊക്കെ സർപ്രൈസ് ആവാൻ പോണതിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ സർപ്രൈസ് ആയത് എങ്ങനെയാണ് അർഷുവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും വരവൊക്കെ എങ്ങനെയായിരുന്നു, എത്രത്തോളം ആൾക്കാർ അർഷു അത്ഭുതപ്പെടുത്തി എന്നൊക്കെ അറിയാൻ അർഷുവിന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും എടുത്ത് നോക്കട്ടെ. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇനി വരാനുള്ള വ്ളോഗ്സ് തീ പാറുന്ന വ്ളോഗ്സ് ആകും. ഒന്ന് നാടൻ കോയിൻ്റെ ഒരു വ്ളോഗാണ്.
2 ഒരു പ്രൈവറ്റ് ജെറ്റിന്റെ വ്ളോഗാണ്. അപ്പൊ എന്തായാലും ആ വ്ളോഗിൽ കാണാം. എല്ലാവരും പരാതി ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ കുറച്ച് പണിത്തിരക്കിലായത് കൊണ്ടും കുറച്ച് ഏടാകൂടകൾ പെട്ട് കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. ഏടാകൂടം എന്ന് പറഞ്ഞാൽ വേറെ ഏടാകൂടം ഒന്നല്ല കേട്ടോ, ഇന്റേതായിട്ടുള്ള ഏടാകൂടം. ഞാൻ അതിൽ ആരും പറയണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇന്റേതായിട്ടുള്ള കുറച്ച് അന്തം വിട്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. വ്ളോഗ് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണാൻ മറക്കരുത്. ബൈ ബൈ.